തമിഴ്നാട്ടിൽ ഒരുപാട് മലയാളികൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ സ്ഥലപ്പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മലയാളികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓ വാലി, അതായത് എല്ലമല അല്ലെങ്കിൽ പെരിയശോല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മലപ്പുറത്തുള്ള ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ബന്ധമുള്ള സ്ഥലങ്ങളാണ്. അവരുടെ ഉപ്പമാര് ഉമ്മമാര് അവർ ജനിച്ചു വളർന്ന സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഓ വാലി എന്ന് പറയുന്നത്. ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടി റോഡ് പോകുമ്പോൾ നല്ല ടേണിങ്ങിന്ന് വലത്ത് ഭാഗത്തേക്ക് കട്ട് ചെയ്തിട്ടാണ് ഈ ഓ വാലിക്ക് വരുന്നത്. ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ആടാ? 14 കിലോമീറ്റർ ആണ് ഈ ഒരു ഓ വാലിക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ഒരുപാട് ചരിത്രപരമായിട്ടും കാര്യങ്ങളും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഓ വാലി എന്ന് പറയുന്നത്. അപ്പൊ ഓ വാലിക്കുള്ള ഒരു ചെറിയൊരു യാത്രയാണ് ഈ കാണുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ ഒരു തേയിലത്തോട്ടത്തിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട്. നീലഗിരി തന്നെ ഏറ്റവും കൂടുതൽ പൈൻ മരങ്ങളുള്ള ഒരു തേയിലത്തോട്ടാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ബാക്കിയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പോണ പോലെ പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. കാരണം ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ല. അതുകൊണ്ടെങ്കിൽ എല്ലമലയ്ക്ക് ഇവിടുന്ന് ഏകദേശം 16 കിലോമീറ്ററാണ് ദൂരം കാണിക്കുന്നത്. പിന്നെ ആ മുട്ടുപാറ പറഞ്ഞാണ്ട് ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരം കാണിക്കുന്ന ഒരു സൈൻ ബോർഡും കൂടെ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു രക്ഷയില്ലാത്ത പ്ലേസ് ആട്ടോ. എന്താ വിഷ്വലുകളൊന്ന് കണ്ടോ കാണി. എത്രങ്ങാനും വലിയ മലകളാണ് നമ്മുടെ മുന്നിൽ കാണാൻ പറ്റുന്നത്. നമ്മുടെ മുന്നിലും സൈഡിലും ബാക്കിലും ഫുള്ളും മലകളാണ്. ഇവിടെ എന്തൊക്കെ കറക്റ്റ് സംഭവങ്ങളില്ലാത്ത ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഫെൻസിങ് ഇട്ട് കണ്ടെങ്കിൽ ഫെൻസിങ് ആണ് ഈ കാണുന്നത്. അതായത് ഇവർ കച്ചവടം ചെയ്യുന്ന കടകൾക്ക് തൊട്ട് മുമ്പിൽ വരെ ഫെൻസിങ് ഇട്ട് സേഫ് ആക്കിയേക്കാണ്. അത് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എന്തായാലും ആനകൾ വരുന്നില്ല കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനത്തെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ശരിക്കും ഓ വാലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ടൂറിസ്റ്റുകൾക്കും കാര്യങ്ങൾക്കൊന്നും ഇവിടേക്ക് വലിയൊരു സപ്പോർട്ട് കൊടുക്കാതെ ഇവിടെ അങ്ങനെ നിർത്തിയിട്ടുള്ളത്. പിന്നെ ഒരു സ്ഥലത്തിന് പറഞ്ഞാൽ വർഷങ്ങളുടെ ചരിത്രം പറയാണ്ട് കണ്ടില്ല നിങ്ങൾ. ഒക്കെ നല്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഓരോ നിർമ്മിതികളും കാര്യങ്ങളൊക്കെ കാരണം ഈ കാണുന്നത്. ഇതൊക്കെ അന്നത്തെ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ വെച്ച് പിടിപ്പിച്ച തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അതിൻ്റെ അടിയിൽ കൂടെയാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് കേരളത്തിലൊക്കെ പട്ടിണിയായി കിടക്കുന്ന കാലത്ത്, അതായത് സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പ് വരെ ആൾക്കാർ കേരളത്തിൽ നിന്ന് ഈ ഒരു ഏരിയക്ക് പണിക്കായിട്ടും തൊഴിലിനായിട്ടും പിന്നെ കുടിയേറിയാണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ പട്ടിണിയാണ് കേരളത്തിൽ, ജോലികളൊന്നും ഇല്ലല്ലോ. പക്ഷെ ആ കാലത്ത് ഇവിടെ ബ്രിട്ടീഷുകാർ ഈ ഒരു തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ട് ഇവർക്ക് ഈ ചപ്പ് നുള്ളാനും ഈ കവാത്ത് എടുക്കാനൊക്കെ പിന്നെ തൊഴിലാളികൾ ആവശ്യമായിരുന്നു. അങ്ങനെ ആ സമയത്ത് കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഏരിയക്ക് വന്നുകൊണ്ട് ഇവിടെ സ്ഥിര താമസമാക്കിയാണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഏരിയയാണ് ഈ ഓ വാലി, എല്ലമല, പെരിയശോല എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഓരോരോ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. കണ്ടില്ലേ, അവിടെ കാണുന്നത് ബ്രിട്ടീഷ് ബംഗ്ലാവാണ്. കണ്ടോ, അതൊരു ബ്രിട്ടീഷ് ബംഗ്ലാവാണ്. അതൊക്കെ ഇന്ന് ഈ കാണുന്ന ഏതെങ്കിലും എസ്റ്റേറ്റ് മാനേജറുടെ കാര്യാലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കാം. അപ്പോൾ അന്നത്തെ കാലത്ത് തൊഴിലിന് വേണ്ടിയിട്ട് വന്നിന് ഒരുപാട് ആൾക്കാർ സ്ഥിര താമസമാക്കിയ ഒരു ഏരിയയാണിത്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി, കരുവാരക്കുണ്ട്, എടവണ്ണ, വഴിക്കടവ്, പിന്നെ നിലമ്പൂർ ഈ ഏരിയയിലുള്ള ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. കാരണം ഇന്ന് നിലമ്പൂരോ കാര്യങ്ങളൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ ഉപ്പമാര് വല്യപ്പമാരൊക്കെ ഒരു കാലത്ത് താമസിച്ചിരുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. സോ അല്ലെങ്കിൽ ഒരു ടിപ്പറോ അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ സൂക്ഷിച്ചും കണ്ട് വണ്ടി ഓട്ടിച്ചില്ലെങ്കിൽ അത് അപകടങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് കാരണമാവും. പോണ വഴിക്ക് വണ്ടി നിർത്തിയാണ്ടെന്ന് ഷൂട്ട് ചെയ്തപ്പോൾ ഇവിടുത്തെ ഒരാൾ ചോദിച്ചു സീപ്രം വരെ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ഞങ്ങളൊരു പ്രാവശ്യം കുറേ മുമ്പ് ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് വന്ന സമയത്ത് നല്ല മഴ പെയ്ത സമയത്ത് നല്ല കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വിഷ്വലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ആംബിയൻസ് ഉണ്ടെങ്കിൽ പുറത്ത് പക്ക വെയിലാണ്, പക്ഷെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഇങ്ങോട്ട് എന്താ പറയല്, സീപ്രം അല്ലേ? ഓക്കെ, അത് സീപ്രം മറ്റേ ഫാക്ടറിയാണ് താഴത്തില്ലേ അല്ലേ? താഴത്തില്ലേ? പെരിയശോല ലാസ്റ്റാണ് പെരിയശോല അല്ലേ? നിങ്ങളെ പേരെന്താ? സലാം. ഓക്കെ, അതൊക്കെ പാടികളാ അല്ലേ? വീടുകളാണ് അതൊക്കെ. ഇവിടെ എത്ര കുടുംബങ്ങളുണ്ട്? ഇവിടെ വന്നിട്ട് മലയാളീസും മുസ്ലിംസും ഒക്കെ പാടെ കൂടി ഒരു 200 കുടുംബങ്ങളുണ്ട് ഇവിടെ ഈ സീപ്രത്തിലെ. ഓക്കെ, ഏതായാലും കണ്ടതിൽ വളരെ സന്തോഷം. ശരി, ആയിക്കോട്ടെ.
ആയിക്കോട്ടെ. ഒരു ചായ കുടിച്ചിട്ട് പോയി. അല്ല, ഞങ്ങൾ നടക്കട്ടെ, ഞങ്ങളൊന്ന് വെറുതെ ഒന്ന് ഇറങ്ങി കയറിയതാണ്. ഓക്കെ, ആയിക്കോട്ടെ. ഇവിടുത്തെ ജനങ്ങളുണ്ട്, ഞങ്ങൾ ഭയങ്കര സ്നേഹമുള്ള മനുഷ്യന്മാരാണ്. അങ്ങനെ ഇവിടെ തന്നെ പള്ളിയൊക്കെ കാണാം, വലിയൊരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 2 നിലയുടെ നല്ലൊരു പള്ളി. അപ്പോൾ ഇത്രയും നല്ലൊരു പള്ളി ഇവിടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എത്രത്തോളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. നഗരസഭൻ്റെ വേസ്റ്റ് കൊണ്ടുപോകുന്ന വണ്ടിയാണ് തോന്നുന്നുണ്ടത്. ഗൂഡല്ലൂർ നഗരസഭ, യെസ്, അത് തന്നെയാണ് സംഭവം. ഇവിടുന്ന് താഴത്തേക്ക് നല്ല വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും മുസ്ലിംസും ഹിന്ദുസും എല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് സന്തോഷത്തോടെ കഴിയുന്ന ഒരു ഏരിയ. ഇവിടുന്ന് അങ്ങോട്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ ഉണ്ട് കേട്ടോ. നല്ല വ്യൂ പറഞ്ഞാൽ നല്ല ദൂരം കിട്ടും. അല്ലെങ്കിൽ പഴയൊരു ട്രാക്ടറും കാര്യങ്ങളും വർക്കിംഗ് കേട്ടോ, വർക്കിംഗ് കണ്ടീഷനാണ്. ഓയിലൊക്കെ ഒലിച്ച് കാണുന്നുണ്ട്. കോട കയറുന്ന സീനൊക്കെ നിങ്ങൾ എന്താ സീനെന്ന് പറഞ്ഞു. കോട മയക്കാറ എന്തോ അല്ല വേലം, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. നിർത്തി പോയിട്ടുണ്ട് ഒക്കെ ഫുള്ള്. അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും മെഷീനറീസും കാര്യങ്ങളൊക്കെ കുറേ കിടക്കണ കണ്ടിട്ടുണ്ട് പല വീഡിയോസിലും കാര്യങ്ങളൊക്കെ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും നല്ലൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ് കേട്ടോ ഇതിൻ്റെ വർക്കിങ് കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ അവിടെ കണ്ട ഇത് പഴയ ഇത് കൂടെ ആയിരുന്നു ഇതിൻ്റെ റോഡ് കാര്യങ്ങൾ. കറക്റ്റ് ബ്രിട്ടീഷ് പാലാണ് കാണുന്നത്. അവിടെ ഇരുമ്പ് പാലുണ്ട് ബ്രിട്ടീഷിൻ്റെ. ഇതാണ് നൂറുൽ ഹുദ ഹൈസ്കൂൾ എല്ലമല. ഒരു സ്കൂളാണ് ഈ കാണുന്നത് കേട്ടോ. സ്കൂള്, ഗ്രൗണ്ട്. ഇപ്പം എല്ലമല സ്കൂളാണ് നമ്മൾ കണ്ടത്, ഹൈസ്കൂളാണ് കണ്ടത്. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, അത്രയും വലിയൊരു ഹൈസ്കൂള് ഇത്രയും ഉൾഗ്രാമത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവിടെ എത്രത്തോളം കുടുംബങ്ങളുണ്ടാവും. കേരള ഗ്രാമത്തിൽ എത്തിപ്പെട്ട അതേ ഫീൽ, ഫുള്ള് മലയാളത്തിൽ ബോർഡുകൾ കാര്യങ്ങൾ, മലയാളം സംസാരിക്കുന്ന ആൾക്കാർ, ഒരു സ്കൂളിൻ്റെ പിന്നെ ഇതിൽ വരെ മലയാളം എഴുതി വെച്ചുകൊണ്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ എല്ലമല ഗ്രാമത്തിൻ്റെ ചെറിയ കാഴ്ചകളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലമല മദ്രസ ആണ്, ഒരു മദ്രസ, പഴയ കാലത്തിലൊരു മദ്രസയാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടുന്ന് 2 റോഡ് തിരിയുണ്ട്. നമ്മൾ 2 റോട്ടും കൂടി കുറച്ചൊന്ന് പോയി നോക്കും ഇവിടെ എന്തൊക്കെ കാണാമല്ലെന്ന് ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ലല്ലോ. അപ്പോൾ ഒന്ന് പോയി നോക്കിയാണ്ടെന്ന് നോക്കിയാണ്ട് പോരാൻ നമുക്ക്. ഇതാണ് എല്ലമലത്തെ പള്ളി കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും ജസ്റ്റ് ചുമരുമ്പോൾ ഒരു പേര് എഴുതി വെച്ച് വരെ അത് മലയാളത്തിലാണ് കൂടുതൽ കാണാൻ കഴിയുക. അതൊക്കെ ഇവിടെ ചെറിയൊരു അങ്ങാടി ഉണ്ട്. ഇവിടെ അങ്ങാടിയിൽ ഈ ഒരു ബോർഡ് നോക്കി ഉണ്ടോ, സമസ്ത 100ാം വാർഷികം. ഇവിടെ പഴയൊരു പോസ്റ്റ് ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലമല ലാസ്റ്റ് വില്ലേജിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഞങ്ങൾ മുമ്പ് വന്ന സമയത്ത് ഇവിടുന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചായ ഉണ്ടോയെന്ന് അറിയാം. നമ്മൾ കയറിയാണ്ട് ചായ കുടിക്കാൻ നോക്കല്ലേ. വാ, ചായ ഉണ്ടാവോ? ചായ ഉണ്ട്, മതി. അല്ല 19 6 കൊല്ലായില്ലേ, 5-6 കൊല്ലായി ഏകദേശം. അജ് പോണീന് മുമ്പാ അപ്പുറത്താ. അപ്പോൾ ഇതാണ് എല്ലമല ഗ്രാമത്തിൻ്റെ ഈ ചെറിയ കാഴ്ചകളൊക്കെ. ആ കാണുന്നത് പോസ്റ്റ് ഓഫീസും മറ്റേത് റേഷൻ കടയാണ്. റേഷൻ കടയിൽ നിന്ന് സാധനം വാങ്ങിയാണ്ട് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ടല്ലേ. ഇങ്ങനെ ഒരു ചെറിയൊരു സെറ്റപ്പ്. 150ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ ഈ ഒരു പരിസരത്ത് ടോട്ടലായിട്ടില്ലാണ്ടോ റേഷൻ വാങ്ങിയാണ്ട് പോകുന്ന ആൾക്കാർ. ഇതാണ് ചായക്കട ഉണ്ട് കഴിഞ്ഞാൽ അറിയില്ല. എന്നാൽ എല്ലാ സാധനങ്ങളും അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും. ഇവിടുത്തെ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ 26 കിലോമീറ്റർ ഓടിയിട്ട് വേണം ഇങ്ങോട്ട് ഗൂഡല്ലൂരിൽ നിന്ന് വരാൻ. ഇവിടെ പച്ചക്കറിക്കോ സാധനത്തിനൊന്നും വലിയ വില മാറ്റങ്ങളോ വില കൂടുതലോ ഒന്നുമില്ല. നല്ല സ്നേഹമുള്ള മനുഷ്യന്മാരും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതൊക്കെയാണ് എല്ലമലൻ്റെ കുറച്ച് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ. അപ്പോൾ ഒരു നാണും മാനും ഉടുപ്പൊന്നും ഇല്ല എനിക്ക്. അല്ല പണിക്കും പോയിക്കൂടെ? ഓയ് ഉറങ്ങന്നെ. എന്നാൽ ഗുഡ് നൈറ്റ്. നട്ടുച്ചക്കൈ നോക്കാൻ നിങ്ങൾ 12-1 മണിയാകുമ്പോൾ കടന്നു ഓലൊക്കെ ഒരു സുഖം അങ്ങനെ കായാ മതിയേനു ഇല്ലാത്ത ജാതി. ഈ ഏരിയയിൽ വരുമ്പോൾ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു വ്യൂ പോയിൻറ്റും ഒരു അമ്പലം കൂടിയാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്നത്. സന്തനമല, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ സന്തനമല മുരുകൻ്റെ ഒരു ക്ഷേത്രമാണ് ഈ കാണുന്നത് കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞാൽ 360 ഡിഗ്രിയിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷനാണ്. ഈ ഏരിയയിൽ ഇത്രയും നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു വേറെ ലൊക്കേഷൻ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാം. അത്രയും നല്ല കിടിലൻ സ്പോട്ടാണ്. അതിൻ്റെ മേലെ ടവറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുരുകൻ്റെ അമ്പലം ഒന്ന് ഫുള്ളായിട്ട് ചുറ്റി കാണാം. ഒരു രക്ഷയില്ലാത്ത അമ്പലം നോക്കി. അവിടെയൊക്കെ ഒരു 1.5 വെള്ളച്ചാട്ടം ഉണ്ട്. എൻ്റെ മോനെ അവിടെ കണ്ടെങ്കിൽ എന്താ വെള്ളച്ചാട്ടം, അടിപൊളി.